ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തെർമോഡൈനാമിക്സ് നിന്ന് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സെൽഷ്യസ് ആൻഡ് ദ ഫാരൻഹീറ്റ് സ്കെയിൽസ് ഹാവ് ഐഡൻറ്റിക്കൽ ന്യൂമറിക്കൽ വാല്യൂ ഈസ് ഓപ്ഷൻ എ 0.32, ഓപ്ഷൻ ബി -0.32, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി -40. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ ന്യൂമറിക്കൽ വാല്യൂ കാണിക്കുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഷ്യസ് സ്കെയിലിൻ്റെയും ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെയും കൺവേർഷൻ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഈ തന്നിരിക്കുന്നത് സെൽഷ്യസ് സ്കെയിലിൻ്റെയും ഫാരൻഹീറ്റ് സ്കെയിലിൻ്റെയും കെൽവിൻ സ്കെയിലിൻ്റെയും കൺവേർഷൻ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്ത് വെക്കണം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ ന്യൂമറിക്കൽ വാല്യൂ കാണിക്കുന്ന ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആദ്യത്തെ ഈ രണ്ട് റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിൽ നമ്മൾ സെൽഷ്യസ് സ്കെയിലിനും ഫാരൻഹീറ്റ് സ്കെയിലിനും ഒരേ ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് ആ ന്യൂമറിക്കൽ വാല്യൂവിനെ എക്സ് എന്ന് എടുക്കുക. ഇനി അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x/5 = x - 32/9 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈനലി -40 എന്ന് കിട്ടും. -40 ഡിഗ്രി സെൽഷ്യസ് അല്ലെ -40 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഒരേ ന്യൂമറിക്കൽ വാല്യൂ രണ്ട് സ്കെയിലും കാണിക്കുന്ന ടെമ്പറേച്ചർ. ആൻസർ ഓപ്ഷൻ ഡി. Next question, a closed system consists of an ideal gas undergoes an isothermal process during which 100 kJ of heat is transferred to the system. Then the increase in internal energy of the system will be option A 100 kJ, option B -100 kJ, option C 50 kJ, option D 0. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ 100 kJ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡിപ്പെൻഡ്സ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. ടെമ്പറേച്ചറിനെ മാത്രമേ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യൂ. ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആണ്, അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജിയിലുള്ള ചേഞ്ചും 0 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി. ഒരു ഐസോതെർമൽ സിസ്റ്റത്തിൻ്റെ കേസിൽ എപ്പോഴും ഇൻറ്റേർണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്ലോസ്ഡ് സിസ്റ്റം എക്സിക്യൂട്ട് എ സൈക്ലിക് പ്രോസസ്. ദർ ആർ 4 ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്, 20 kJ ടു ദ സിസ്റ്റം, 30 kJ ഫ്രം ദ സിസ്റ്റം, 25 kJ ടു ദ സിസ്റ്റം ആൻഡ് 10 kJ ഫ്രം ദ സിസ്റ്റം. ദ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ സൈക്കിൾ ഈസ് ഓപ്ഷൻ എ +15 kJ, ഓപ്ഷൻ ബി -5 kJ, ഓപ്ഷൻ സി +3000 ന്യൂട്ടൺ മീറ്റർ, ഓപ്ഷൻ ഡി +5000 ന്യൂട്ടൺ മീറ്റർ. ഒരു സൈക്ലിക് ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമുക്കിവിടെ 4 ഹീറ്റ് ട്രാൻസ്ഫർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഒരു ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നെറ്റ് വർക്ക് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എല്ലാ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും സം ആയിരിക്കും നമ്മുടെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു സൈൻ കൺവേർഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ DQ ഈസ് ഈക്വൽ ടു 20 kJ ടു ദ സിസ്റ്റമാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ്, പോസിറ്റീവാണ്. അതുപോലെ തന്നെ 30 kJ ഫ്രം ദ സിസ്റ്റമാണ്, അത് നെഗറ്റീവാണ്. 25 kJ ടു ദ സിസ്റ്റമാണ്, അത് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. 10 kJ ഫ്രം ദ സിസ്റ്റമാണ്, അത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു 20 - 30 + 25 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 kJ എന്ന് കിട്ടും. 5 kJ ആണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ത്, നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ 5 kJ തന്നിട്ടില്ല. ഇനി നമുക്കറിയാം 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 kJ ഈസ് ഈക്വൽ ടു 5000 ജൂൾ, ദാറ്റ് ഈസ് 5000 ന്യൂട്ടൺ മീറ്റർ. ആൻസർ ഓപ്ഷൻ ഡി 5000 ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഓപ്ഷൻ എ എൻട്രോപ്പി, ഓപ്ഷൻ ബി എൻതാൽപ്പി, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി വോളിയം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത്
പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഹീറ്റ്, അതുപോലെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് വോളിയം, എൻട്രോപ്പി, എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി, ഇതുപോലെയുള്ള മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നതിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഓപ്ഷൻ സി, ടെമ്പറേച്ചർ. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബൈ എനി പ്രൊസീജിയർ, no matter how idealized, to reduce any system to absolute zero temperature in a finite number of operations. These statements correspond to ഓപ്ഷൻ എ 0th law, ഓപ്ഷൻ ബി 3rd law, ഓപ്ഷൻ സി 1st law, ഓപ്ഷൻ ഡി 2nd law. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഐഡിയലൈസ്ഡ് സിസ്റ്റം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലോ ആണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി 3rd law. 3rd law ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലെ റിമൈനിങ് ലോസ് നോക്കാം. ഫസ്റ്റ് 0th law ഓഫ് തെർമോഡൈനാമിക്സ്. 0th law എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when two systems are in thermal equilibrium with a third system, then they will be thermal equilibrium with each other. അതായത് രണ്ട് സിസ്റ്റംസ് മൂന്നാമതൊരു സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ 3 സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ ആയിരിക്കും. അതായത് എ എന്നുള്ളൊരു സിസ്റ്റം സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ തന്നെ ബി എന്നുള്ളൊരു സിസ്റ്റവും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ 3 സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ ലോയാണ് 0th law ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ഹീറ്റ് എനർജി ആൻഡ് വർക്ക് ആർ ഇൻ്റർചേഞ്ചബിൾ. ഹീറ്റ് എനർജി വർക്കായിട്ടും വർക്ക് ഹീറ്റ് എനർജി ആയിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോ സൈക്ലിക് പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ. ഇനി ഇൻ ജനറൽ ഫോർ എ പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്, PMMM1. അതായത് ഒരു എനർജി ഫോമും കൺസ്യൂം ചെയ്യാതെ കണ്ടിന്യൂസ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസാണ് എന്ത് PMMM1 അല്ലെങ്കിൽ പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഫസ്റ്റ് കൈൻഡ്. ഇത് ജസ്റ്റ് ഒരു ഇമ്പോസിബിൾ കൺസെപ്റ്റാണ്. അതായത് ഒരു എനർജി ഫോമും കൺസ്യൂം ചെയ്യാതെ വർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്ലാഷിയസ് സ്റ്റേറ്റ്മെൻറ്റും കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. ഫസ്റ്റ് ക്ലാഷിയസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ഫ്രം എ കൂളർ ബോഡി ടു ഹോട്ടർ ബോഡി വിത്തൗട്ട് എനി വർക്ക് ഇൻപുട്ട്. അതായത് ഒരു വർക്ക് ഇൻപുട്ടും ഇല്ലാതെ കൂളർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ക്ലാഷിയസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതാണ് റെഫ്രിജറേഷൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് നോ എഫക്ട് അതർ ദാൻ എക്സ്ട്രാക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ സിംഗിൾ റിസർവോയർ ആൻഡ് കൺവേർട്ട് ഓൾ ഇറ്റ് ഇൻ ടു വർക്ക്. അതായത് ഒരു സിംഗിൾ റിസർവോയറിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഹീറ്റ് എനർജി ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്, PMMM2. ഇനി ഇവിടെ പറഞ്ഞ ലോസിൽ 0th law ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സിൻ്റെ ബേസിസ്. ഇൻറ്റേർണൽ എനർജീനെ പറ്റി ഐഡിയ തരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇപ്പോൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക.